In this video, we will be discussing about voltage equation, frequency spectrum, power and bandwidth of amplitude modulated signal. This is the last video on AM, that is amplitude modulation. Let's move to the session. Third one, voltage equation of AM signal. Voltage equation of AM signal. For voltage equation, V stands for voltage, AM endana amplitude modulation. So VAM is equal to VC sin 2 pi FCT plus MVC by 2 cos 2 pi FC minus FM into T minus MVC by 2 cos 2 pi FC plus FM into T. ഇതാണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ്റെ ഇക്വേഷൻ. ഇത് നമ്മൾ ഇതുപോലെ എന്താണെങ്കിലും ഓർത്തു വെക്കണം. അങ്ങനെ ഓർത്ത് വെച്ചാൽ നാലാമത്തെ, അഞ്ചാമത്തെ, ആറാമത്തെ പാരാമീറ്റേഴ്സ് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ്റെ 6 പാരാമീറ്റേഴ്സിൽ ആദ്യത്തേത് ഡെഫിനിഷൻ, അതിൻ്റെ എളുപ്പവഴി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. രണ്ടാമത്തേത് വേവ് ഫോം, അത് നമ്മൾ ഈസിലി വരച്ചു. തേർഡ് വൺ വോൾട്ടേജ് ഇക്വേഷൻ ആണ്. വോൾട്ടേജ് ഇക്വേഷൻ പഠിച്ചാൽ 5ഉം 4ഉം 5ഉം 6ഉം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ എത്ര ടേംസ് ഉണ്ട്? 3 ടേംസ് ഉണ്ട്. അപ്പം നെക്സ്റ്റ് എഴുതാം. ദ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നൽ കൺസിസ്റ്റ് ഓഫ് 3 parts. First one, carrier signal. ഈ VC എന്ന് കാണിക്കുന്നത് കാരിയർ സിഗ്നൽ ആണ്. അപ്പോൾ ഫസ്റ്റ് വൺ കാരിയർ സിഗ്നൽ. എന്നിട്ട് ഹൈഫൺ ഇട്ടിട്ട് ഈ ടേം അതേപോലെ എടുത്തെഴുതാം. സെക്കൻഡ് വൺ, ഇവിടെ മൈനസ് ഉണ്ടല്ലോ, FC മൈനസ് FM, അതുകൊണ്ട് തന്നെ അതെന്താണ്? ലോവർ സൈഡ് ബാൻഡ് ആണ്. ലോവർ സൈഡ് ബാൻഡ്. അപ്പോൾ ബ്രാക്കറ്റിൽ ഷോർട്ട് ഫോമിൽ എങ്ങനെ എഴുതാം? LSB. അപ്പോൾ LSB ഹൈഫൺ ഇട്ടിട്ട് ഈ രണ്ടാമത്തെ ടേം എഴുതാം, സെക്കൻഡ് ടേം. തേർഡ് വൺ പ്ലസ് ഉള്ളതുകൊണ്ട് എന്തായിരിക്കും? അപ്പർ സൈഡ് ബാൻഡ്. അപ്പർ സൈഡ് ബാൻഡ് ബ്രാക്കറ്റിൽ USB. ഏത് ടേം എഴുതണം? ഈ തേർഡ് ടേം എഴുതാം. അപ്പോൾ എന്താണ്? ഒരു ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നലിൽ 3 പാർട്സ് ഉണ്ട്. എന്തൊക്കെയാണ്? കാരിയർ സിഗ്നൽ, ലോവർ സൈഡ് ബാൻഡ്, അപ്പർ സൈഡ് ബാൻഡ്. ഓക്കെ, ഇനി ഫോർത്ത് പാരാമീറ്റർ. അപ്പോൾ നാലാമത്തെ പാരാമീറ്ററിന് നമുക്ക് ഇക്വേഷൻ അതേപോലെ തന്നെ അവിടെ വെക്കാം. എന്നിട്ട് ഫോർത്ത് പാരാമീറ്റർ, അതിൻ്റെ പേര് എഴുതാം ഫ്രീക്വൻസി സ്പെക്ട്രം. ഫ്രീക്വൻസി സ്പെക്ട്രം. അപ്പോൾ ഫ്രീക്വൻസി സ്പെക്ട്രം വരയ്ക്കുന്നത് നോക്കുക. ജസ്റ്റ് ഇങ്ങനെ ഒരു ലൈൻ കൊടുത്തു, ഇതുപോലെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഈ പോയിന്റിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിൽ 2 സ്ഥലത്ത് ഓരോ പോയിന്റ്സ് ഇടുക. എന്നിട്ട് ഇങ്ങനെ വെർട്ടിക്കൽ ലൈൻ കൊടുക്കുക. ഇതേ ഹൈറ്റിൽ ഇപ്പുറത്തും ലൈൻ കൊടുക്കുക. കഴിഞ്ഞു ഫ്രീക്വൻസി സ്പെക്ട്രം. ഓരോന്നിനും ആരോസ് മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ടേം, അവിടെ ഒരു കുറച്ച് കാര്യങ്ങൾ എഴുതാനുണ്ട്, അത് നോക്കുക. സെൻറ്ററിലുള്ളത് എന്തായിരിക്കും? നമ്മുടെ കാരിയർ ആയിരിക്കും. കാരിയറിൻ്റെ ഫ്രീക്വൻസീനെ F സ്റ്റാൻഡ്സ് ഫോർ ഫ്രീക്വൻസി, C സ്റ്റാൻഡ്സ് ഫോർ കാരിയർ. ഇപ്പുറത്ത് വലതുവശത്തേക്കുള്ളത് അപ്പർ സൈഡ് ബാൻഡ് ആണ്. അതിലെന്താ ഉള്ളത്? FC പ്ലസ് FM. അപ്പോൾ അവിടെ FC പ്ലസ് FM എന്ന് എഴുതാം. ഇടതുവശത്തേക്കുള്ള എന്താ? ലോവർ സൈഡ് ബാൻഡ്. അവിടെ എന്തായിരിക്കും? FC മൈനസ് FM എന്ന് കൊടുത്തു. FC മൈനസ് FM എന്ന് കൊടുത്തു. ഇനി ആംപ്ലിറ്റ്യൂഡ്സ്. കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്താ? ഈ ആദ്യത്തെ ടേമാണ് ആംപ്ലിറ്റ്യൂഡ് ആയിട്ട് എടുക്കേണ്ടത്. കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ് VC.
രണ്ടാമത്തേൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്താ? mvc/2. മൂന്നാമത്തെ ആംപ്ലിറ്റ്യൂഡും mvc/2. അതുകൊണ്ടാണ് ഈ രണ്ടും ഒരേ ഹൈറ്റിൽ വരക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഫ്രീക്വൻസി സ്പെക്ട്രം കഴിഞ്ഞു. ഓക്കെ, ഇനി ഫിഫ്ത്ത് പാരാമീറ്റർ, അഞ്ചാമത്തെ പാരാമീറ്റർ എന്താണ്? ഫിഫ്ത്ത് വൺ, ബാൻഡ് വിഡ്ത്ത്. ബാൻഡ് വിഡ്ത്ത് ബ്രാക്കറ്റിൽ BW, ബാൻഡ് വിഡ്ത്ത് ബ്രാക്കറ്റിൽ BW. അപ്പോൾ BWAM is equal to F upper side band minus F lower side band. ഓക്കെ, എന്നിട്ട് അപ്പർ സൈഡ് ബാൻഡിൻ്റെ വാല്യൂ എന്താ? FC പ്ലസ് FM മൈനസ് FC മൈനസ് FM. അപ്പോൾ മാത്സ് നമ്മളെല്ലാവർക്കും കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ കാൽക്കുലേഷൻസ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഫൈനൽ ആൻസർ മാത്രം പഠിച്ചു വയ്ക്കുക, വിച്ച് ഈസ് ഈക്വൽ ടു 2FM. അപ്പോൾ അതിൻ്റെ താഴെ എഴുതാം, ബാൻഡ് വിഡ്ത്ത് ഓഫ് ആൻ AM സിഗ്നൽ, ബാൻഡ് വിഡ്ത്ത് ഓഫ് ആൻ AM സിഗ്നൽ ഈസ് twice the bandwidth of message signal. Bandwidth of an AM signal is twice the bandwidth of message signal. Okay, fifth term കഴിഞ്ഞു. ഇനി next parameter is last one, which is nothing but power. Power of AM signal, power. അപ്പോൾ PAM എന്ന് പറയുന്നത്, ഇപ്പോൾ പവറിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും V²/2 ആണ്. അതൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. P is equal to V²/2. എല്ലാ കേസിലും അങ്ങനെയല്ല, നമ്മുടെ ഇവിടെ മോഡുലേഷൻ്റെ കേസിൽ. അപ്പോൾ എത്ര ടേംസ് ഉണ്ട്? 3 ടേംസ് ഉണ്ടല്ലോ. അപ്പോൾ പവർ ഓഫ് കാരിയർ പ്ലസ് പവർ ഓഫ് LSB പ്ലസ് പവർ ഓഫ് USB. ഇതാണ് പവർ ഓഫ് ആൻ AM സിഗ്നൽ എന്ന് പറയുന്നത്. അപ്പോൾ V²/2 അല്ലേ ഇക്വേഷൻ? ഇവിടുത്തെ V എന്താ? VC. അപ്പോൾ VC²/2 പ്ലസ് ഇവിടുത്തെ V എന്താ? MVC/2. MVC/2 the whole square by 2. ഇത് സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പർ സൈഡ് ബാൻഡിനും അങ്ങനെ തന്നെ MVC/2 the whole square by 2. ഇനി ഇതിൽ കുറച്ച് മാത്തമാറ്റിക്സ് ഇൻവോൾവ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? കാൽക്കുലേഷൻസ് നമ്മൾ സ്കിപ്പ് ചെയ്യുക, ഫൈനൽ ആൻസർ മാത്രം എഴുതാം. ഫൈനൽ ആൻസർ എന്താ വരിക? PAM equal to PC into 1 plus M²/2. PAM is equal to PC into 1 plus M²/2. ഓക്കെ, അപ്പോൾ ഇതോട് കൂടിയിട്ട് 6 പാരാമീറ്റേഴ്സും കഴിഞ്ഞു. അപ്പോൾ ഇത് എഴുതിയതിൻ്റെ ശേഷം നിങ്ങളൊരു 3-4 ടേംസ് എഴുതേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എൻ്റെ താഴെ എഴുതാം, വേർ VC. അത് എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഒരു പറയുന്ന ടേം ജസ്റ്റ് ഇങ്ങനെ എഴുതുക, VC ഹൈഫൻ ഇട്ടിട്ട് അങ്ങനെ എഴുതുക. വോൾട്ടേജ് ഓഫ് കാരിയർ സിഗ്നൽ, വോൾട്ടേജ് ഓഫ് കാരിയർ സിഗ്നൽ VM. Voltage of message signal FC. Frequency of carrier signal FM. Frequency of message signal M. Modulation index M. Modulation index. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ മോഡുലേഷൻ ഇൻഡെക്സും ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 1-2 സിമ്പിൾ പ്രോബ്ലംസും ആണ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.